ഇതാണ് ഞാൻ 300 റുപ്യക്ക് മേടിച്ച LED ഹെഡ് ലാമ്പ് 40 വാട്ട്സിൻ്റെ. സംഭവം ഇന്നലെ അതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഡിമ്മ് അടിച്ചു പോയിട്ട് ബ്രൈറ്റിൽ മാത്രം ഇട്ടിട്ട് വന്നൊരവസ്ഥ. അപ്പോൾ അതതിൻ്റെ ലൈറ്റൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് അടിച്ചു പോയ LED ബൾബിൻ്റെ അവസ്ഥ. ഇത് രണ്ടും ഡിമ്മാണ്. രാവിലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വ്യക്തമായിട്ട് കാണുമെന്നറിയില്ല. ഇതാ മൊത്തം അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഹൈ ബീമിലേക്ക് ഇടാം. ഹൈ ബീമൊക്കെ പക്കയാണ്, പക്ഷേ നമുക്ക് വിശ്വസിച്ചേടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. ലോ ബീം അങ്ങനെ അടിച്ചിട്ടുണ്ട്. ലോ ബീം ഇനി ശരിയാവുമൊന്നുമില്ല. ബാക്ക് നല്ലതാണ്, ഫാൻ കറങ്ങുന്നുണ്ട്, നല്ല പക്കയായിട്ട് കറങ്ങുന്നുണ്ട്. പക്ഷേ ഫാനും ബൾബുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബൾബ് നല്ലപോലെ ഈട് നിൽക്കും. ഇത് ഷോപ്പിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ എടുക്കണ്ട, കാരണം അടിച്ചു പോകുന്നുള്ളതിന് തീർച്ചയുണ്ട്. കാരണം ഫാന് ഒക്കെ കറങ്ങുന്നതാണെങ്കിൽ തന്നെ ഇത് സംഭവം എന്ന് വെച്ചാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഒരു റിലേയും കാര്യങ്ങളൊന്നും വരുന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ റിലേ ഒന്നുമില്ല, നേരത്തെ കണക്ടറാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ റിലേ വേണ്ടി വരും എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നല്ലപോലെ ബാറ്ററി ഡ്രെയിൻ ആവും DC കണക്ഷൻ കൊടുത്തുകൊണ്ട്. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ ബൾബുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. 650, 700, 800 ആ റേഞ്ചിലുള്ള ബൾബുകൾ വാങ്ങുക. എന്നാലും ഇതൊക്കെ ഡൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം, അല്ലെങ്കിൽ നല്ലപോലെ എതിരെ വരുന്നവരുടെ അടുത്ത് നിന്ന് നല്ലപോലെ തെറിയേക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇതേപോലത്തെ ബൾബുകൾ ചെറിയ പൈസയുടെ 300 റുപ്യയുടെ, ഞാൻ 300 റുപ്യ പോട്ടെന്ന് വെച്ചിട്ട് തന്നെ വാങ്ങിയതാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചം റോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയും രക്ഷയില്ല, കാരണം റോട്ടിലൂടെ വെളിച്ചമില്ലാണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു ബൾബ് മേടിച്ചിട്ട്. ഫാനൊക്കെ കറങ്ങിയിട്ടൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ വെറുതെ വെച്ചതാണ്, വെറുതെ ഒരു ഷോന് വെച്ചതാണ് ഇതെല്ലാം.